ന്യൂസ് 26 AI സന്ദേശത്തിലേക്കു സ്വാഗതം. AKG സെന്ററിന്റെ പുറംതിണ്ണയിൽ കൊതുകുകടികൊണ്ട് പാർട്ടിക്ക് അടിമപ്പണി ചെയ്യുന്ന യുമ്മി ജലീൽ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ SMF നേതാവ് സലീം എടക്കരയ്ക്കെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു. അതൊന്ന് കേട്ട് ഇന്നത്തെ വിശകലനത്തിലേക്ക് വരാം. TP അഷ്റഫ് അലിയുടെ ജ്യേഷ്ഠ സഹോദരൻ എടക്കരക്കാരൻ ഒരാളുണ്ട്, സലീം എടക്കര. അദ്ദേഹം മരിച്ച ഉസ്താദുമാരുടെ കുടുംബസഹായ ഫണ്ട് തട്ടി ലീഗ് നേതാവ് എന്ന പേരിൽ ഒരു വലിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പള്ളിക്കമ്മിറ്റിയുടെ പൈസയും മുക്കിയിട്ടുണ്ട്. അപ്പൊ TP അഷ്റഫ് അലിക്ക് മുക്കണ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം ജ്യേഷ്ഠൻ തന്നെ അതൊക്കെ ചെയ്യുമ്പോൾ അറിയാമല്ലോ. വിജിലൻസ് കേസ് ഉണ്ട്, വെറുതെ അല്ല പറഞ്ഞത്. 2 ഫൈസിമാര് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ആ 2 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തി. എന്നിട്ട് ഇവർ ആ പിരിച്ചു കിട്ടിയ ഭീമമായിട്ടുള്ള തുക മഞ്ചേരിയിലെ ഒരു ജ്വല്ലറിയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഈ കുടുംബത്തോട് പറഞ്ഞത് 6000 രൂപ മാസം നിങ്ങൾക്ക് കിട്ടും. പിന്നെ പെൺകുട്ടികളുടെ വിവാഹമാകുമ്പോൾ 44 പവൻ, അന്ന് എന്താണോ വില ആ വിലക്ക് നിങ്ങൾക്ക് സ്വർണം തരും. പെൺകുട്ടികളെ കെട്ടിക്കാനാണല്ലോ. അവസാനം എന്തായി, ഒരു 5-6 മാസം 6000 രൂപ കൊടുത്തു. പിന്നെ പൈസ ഇല്ല. ഇപ്പൊ ചെന്ന് ചോദിച്ചു നോക്കുമ്പോ 44 പവനും ഇല്ല, 6000 ഉറുപ്പിയില്ല. ഇങ്ങനെ ആളുകളെ പറ്റിക്കുകയാണ്. ഇമ്മി ബല്യ റിപ്പോർട്ടാണ്. ഏതാ പത്രം? ദേശാഭിമാനി. പൊക്കിക്കാണിക്കുന്നയാളോ? അത് ജലീൽ. എന്താ അതിലെ വാർത്തയുടെ ചുരുക്കം? ലീഗ് നേതാവ് ഫണ്ട് തട്ടിയെന്ന ആരോപണത്തെപ്പറ്റി ഇവരാരോപിക്കുന്ന ആൾ തന്നെ വെടിപ്പായി അതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ദേശാഭിമാനി മാത്രം വായിക്കുന്നവർക്കറിയില്ല. നേരത്തെ അറിയാൻ ദേശാഭിമാനി വായിക്കണമെന്ന് പണ്ടൊരു സഖാവ് പറഞ്ഞപ്പോൾ കേട്ടുനിൽക്കുന്നയാൾ പറഞ്ഞത്രേ, നേരത്തെ അറിഞ്ഞത് നേരാണോന്നറിയാൻ വേറൊരു പത്രം കൂടി നോക്കണമെന്ന്. അതുകൊണ്ട് പറയാ പഹയ, ഇജ്ജ് വേറൊരു പത്രവും കൂടി ഇടയ്ക്ക് നോക്കണം. പോട്ടെ, ആരാ ലീഗ് നേതാവ്? സലീം എടക്കര. ബെസ്റ്റ്, ബാ പൂവാം. ഹെണ്ട ദേശാഭിമാനി. സലീം എടക്കര ലീഗ് നേതാവല്ല, സമസ്തയുടെ പോഷക സംഘടനയായ SMFന്റെ നേതാവാണ്, SYSന്റെ നേതാവാണ്. സലീം എടക്കരയുടെ സഹോദരനായ TP അഷ്റഫ് അലിയാണ് ലീഗ് നേതാവ്. എന്തിനും ഏതിനും ലീഗിന്റെ മേക്കട്ട് കയറാനുള്ള ആവേശത്തിൽ ദേശാഭിമാനിക്കാരന് മറ്റൊന്നും ആലോചിച്ചില്ല. എടുത്തങ്ങ് അലക്കി. അത് പൊക്കിപ്പിടിച്ചോണ്ടാണ് യുമ്മി ജലീലിന്റെ വരവ്. മൂപ്പർക്കാണെങ്കിൽ PK ഫിറോസിന്റെ കയ്യിന്ന് കിട്ടാനുള്ളതൊക്കെ കണക്കിന് കിട്ടുന്നുണ്ട്. മന്ത്രിയായ കാലത്ത് ബന്ധുനിയമന വിവാദം കൊടുമ്പിരി കൊണ്ടപ്പോൾ ജനങ്ങൾ പറഞ്ഞു, രാജിവെക്കൂ മന്ത്രി പുങ്കവ എന്ന്. അപ്പോ മൂപ്പർ പറയാ, ഇപ്പൊ ലീഗും യൂത്ത് ലീഗും പറയുന്നത് ഞാൻ രാജിവെക്കണമെന്നാണ്. ഞാൻ രാജിവെക്കാൻ എന്റെ മന്ത്രിയാക്കിയത് പാണക്കാട്ട് നിന്നല്ലോ. പാണക്കാട്ട് നിന്ന് രശീതി കൊടുത്ത് മന്ത്രിയായയാളല്ല ഞാൻ. എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട്ടെന്നല്ല, AKG സെന്ററിനാന്ന്. എന്നിട്ടോ PK ഫിറോസും കുട്ടിയാലും കേറിയങ്ങ് മാന്തി. അധികം വൈകിയില്ല, ലോകായുക്ത വന്ന് ഒറ്റച്ച വിട്ട് ധാ കിടക്കുന്നു മന്ത്രി കസേരയെന്ന് ചന്തിയും കുത്തി താഴെ. അന്ന് തുടങ്ങിയതാ മൂപ്പർക്ക് ലീഗുകാരോടും PK ഫിറോസിനോടുമുള്ള കടുംപക. ആ സീസണ് കഴിഞ്ഞ് ഇനി MLA കസേരയെന്ന് ചവിട്ടി പുറത്താക്കാനുള്ള 2ാം സീസൺ അണിയറയിൽ ഒരുങ്ങുമ്പോഴാണ് ഇരിപ്പുറക്കാതെ ഗുളിക കഴിക്കും പോലെ ദിവസം 4 നേരം പത്രക്കാരെ കാണുന്നതും വെളിവില്ലാതെ തുള്ളി ഓരോന്ന് തള്ളുന്നതും. അതിനിടയിലാണ് ദേശാഭിമാനി പൊക്കിപ്പിടിച്ചുള്ള പെരുന്തള്ള്. എന്നാൽ പിന്നെ സലീം എടക്കര ഈ വിഷയകമായി എന്താണ് പറഞ്ഞതെന്ന് ഒന്ന് കണ്ടുവരാം. ഇത് സംബന്ധിച്ച് അത് 2010 ജനുവരി 22-ാം തീയതി നമ്മുടെ 2 ഉസ്താദുമാർ കാലത്ത് മദ്രസയിലേക്ക് വരുന്ന വഴി നിലമ്പൂർ വെള്ളിയന്തോട് തേക്ക് മ്യൂസിയം മുമ്പിൽ വെച്ചുകൊണ്ട് അപകടത്തിൽപ്പെടുകയും
ഒരു 6:20 ആകുമ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ ആക്സിഡൻറ്റ് നടന്നെന്നറിഞ്ഞ് അത് ആ സ്പോട്ടിൽ അവിടെ എത്തി അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. പക്ഷേ അലംഘനീയമായ വിധി, അള്ളാഹുവിൻ്റെ വിധിക്ക് പാത്രീഭൂതരായി അവർ രണ്ടുപേരും വഫാത്തായി. അതിനുശേഷം സംഘടനാ പ്രവർത്തകരായ ഞങ്ങൾ കൂടിയാലോചിച്ച് അവർക്ക് വേണ്ടി കുടുംബസഹായ സമിതി രൂപീകരിച്ചു. അന്ന് ഞങ്ങളുടെ മേഖലയിലെ മഹല്ലുകളുടെ കാളി അഭിവന്ദന മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു. തങ്ങൾ കാളി ആയതുകൊണ്ട് തന്നെ തങ്ങൾ ചെയർമാനും അന്ന് SYSൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഹ്മത്തുള്ള ഖാസിം മൂത്തേടാണ്, അദ്ദേഹത്തെ ജനറൽ കൺവീനറും, ജമിയത്തുൽ മുഅല്ലിമീൻ്റെ മേഖലാ സെക്രട്ടറി അമാനുള്ള ദാരിമിയാണ്, അദ്ദേഹത്തെ അതിൻ്റെ വർക്കിംഗ് കൺവീനറും, ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ കൺവീനർ PH ഇബ്രാഹിം സാഹിബാണ്, അദ്ദേഹത്തെ അതിൻ്റെ കൺവീനറുമാക്കി ട്രഷററുമാക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അത് ഞാൻ അതിൻ്റെ വൈസ് ചെയർമാനോ ജോയിൻറ്റ് കൺവീനറോ ഒക്കെയാണ്. കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ നിരന്തരം പള്ളികളിൽ നിന്നും മദ്രസകളിൽ നിന്നും കളക്ഷൻ നടത്തി ഏകദേശം 18 ലക്ഷത്തോളം രൂപ അതിനോട് പിരിച്ചെടുത്തു. 2010 കഴിഞ്ഞ് 2010 അവസാനത്തോടു കൂടി മലപ്പുറം സുന്നിമാലിൽ വെച്ചുകൊണ്ട് ആ ഫണ്ട് ആ കുടുംബത്തിന് വേണ്ടി ഒരു സ്ഥിര വരുമാനം എന്ന നിലക്ക് ബിസിനസ്സിൽ നിക്ഷേപിക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചത്. അതടിസ്ഥാനത്തിൽ അന്ന് മഞ്ചേരിയിലും നിലമ്പൂരുമൊക്കെ അൽമാസ് ജ്വല്ലറി പ്രവർത്തിച്ചിരുന്ന അൽവി ഹാജി അദ്ദേഹത്തിന് ആ ഫണ്ട് കൈമാറുമ്പോൾ 2 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, ഞങ്ങളിപ്പോൾ കൈമാറുന്നത് 18 ലക്ഷം രൂപയാണ്, പക്ഷേ നിങ്ങൾ തിരിച്ചു നൽകേണ്ടത് ഈ കാശിന് സമാനമായ സ്വർണ്ണമാണ്. അന്നത്തെ കാലത്ത് 9 ലക്ഷം രൂപക്ക് 44 പവൻ സ്വർണ്ണം കിട്ടും. അപ്പോൾ 88 പവൻ സ്വർണ്ണം 2 കുടുംബത്തിന്. അതാണ് ഞങ്ങൾക്ക് തിരിച്ചു നൽകേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതോടൊപ്പം ഈ 18 ലക്ഷം രൂപക്ക് മഞ്ചേരി സ്റ്റേഡിയത്തിനടുത്ത് പയ്യനാട് സ്റ്റേഡിയത്തിനോട് ചേർന്ന് 20 സെൻറ്റ് സ്ഥലവും വീട് വാങ്ങിയിരുന്നു. അങ്ങനെ ആ ഫണ്ട് പിരിച്ചു. ഫണ്ട് അവിടെ വെച്ച് വിതരണം ചെയ്തു. അഭിനന്ദനായ പ്രസിഡന്റ് MT ഉസ്താദ്, അതുപോലെ കുഞ്ഞാനും ഉസ്താദ് ജനറൽ സെക്രട്ടറി കുഞ്ഞാനും ഉസ്താദ് തുടങ്ങിയ സംസ്ഥാന നേതാക്കന്മാർ, പ്രാദേശികമായി എടക്കരയിലെ നമ്മൾ ബന്ധപ്പെട്ട സംഘടനാ ഭാരവാഹികളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. അവർക്ക് ഏകദേശം 2011 മുതൽ ഇങ്ങോട്ട് 2024 വരെ നീണ്ട 10-13 വർഷക്കാലം എല്ലാ മാസവും ഇയാൾ വരുമാനം കൊടുക്കും. 2024 ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ മാസത്തിൽ അദ്ദേഹത്തിനെ ഇവർ വിളിച്ച് കുട്ടിൻ്റെ കല്യാണമായി പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പ്രയാസം പറഞ്ഞു. അങ്ങനെ അന്നത്തെ ആ കമ്മിറ്റിയിൽപ്പെട്ട് ഇപ്പോഴും സംഘടനാ രംഗത്ത് ഉള്ള ഒരാൾ നിലയ്ക്ക് ഇന്നെ അവർ ബന്ധപ്പെട്ടു. ഞാൻ ഉടനെ ചന്തക്കുന്ന് മർക്കസിലേക്ക്, സംസ്ഥാന നിലമ്പൂർ താലൂക്ക് ആസ്ഥാനമാണ്, അവിടേക്ക് നമ്മളെ ഇപ്പോഴത്തെ SYSൻ്റെ മണ്ഡലം പ്രസിഡന്റ് അസീസ് മുസ്ലിം മൂത്തേടം, ഇപ്പോഴത്തെ സെക്രട്ടറി അമാനുള്ള ദാരിമി, അതുപോലെ തന്നെ അതിൻ്റെ സഹഭാരവാഹികളായ ഹംസ ഫൈസി രാമകുത്ത്, അതുപോലെ തന്നെ സുബൈർ, അതുപോലെ തന്നെ ഇസാഖ് അടുക്കത്ത് പോലത്തെ ആളുകൾ കൂട്ടി ഇവരെ വിളിച്ചു കൂട്ടി. മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ വന്നു. കുടുംബത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളും വന്നു. 2 വട്ട ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഞാൻ കൃത്യമായി പറഞ്ഞു, ഇത്രയും കാലം നിങ്ങൾ കൊടുത്ത ലാഭമായി കണക്കൂട്ടുന്നു. നിങ്ങൾക്ക് ലാഭം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി ലാഭം കൊടുക്കണ്ട, പക്ഷേ ആ മുതൽ ഇനി കുട്ടികൾക്ക് കൊടുക്കണം. ആ മുതൽ കൊടുക്കുമ്പോൾ 18 ലക്ഷം രൂപ കൊടുക്കണോ, സ്വർണ്ണമായി തരണം എന്ന് പറഞ്ഞു. ഇവർ സ്വർണ്ണത്തിൻ്റെ വില കൂട്ടി. അപ്പോൾ ഏതായാലും അന്നത്തെ സ്വർണ്ണത്തിൻ്റെ 2024 ജൂലൈ മാസം സ്വർണ്ണത്തിൽ വരെ നോക്കുമ്പോൾ എന്തായാലും 50,000 മുകളിൽ അന്ന് സ്വർണ്ണം. ഇപ്പോൾ വില കൂടി. ആ കണക്ക് പ്രകാരം മിനിമം ഒരു കുടുംബത്തിന് 10-22 ലക്ഷം റുപ്യ കിട്ടണം. ആ കണക്ക് പ്രകാരം അത് വെച്ച് അവരത് ആവശ്യപ്പെട്ടു. പക്ഷേ ഇയാൾ 15 ലക്ഷം രൂപ വരെ, 10 ലക്ഷം യോഗത്തിൽ അടുത്ത 15 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കുടുംബം സമ്മതിക്കാത്തതുകൊണ്ട് ആ ചർച്ച അലസിപ്പിരിഞ്ഞു. ഇതാണ് അത് സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടവർ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് സ്ഥലമുള്ളത്, 20 സെൻറ്റ് സ്ഥലം. അപ്പോൾ സ്ഥലത്തിൻ്റെ ആധാരം തങ്ങളുടെ പേരിലാണ്. അപ്പോൾ ആ സ്ഥലത്തുമായി ബന്ധപ്പെട്ട് ഒരു മൊയ്നലി തങ്ങൾ സമീപിച്ചു. തങ്ങൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ തങ്ങളുമായി സംസാരിച്ചു. ഞാനും അമാൽദാരമിയും 2-3 ആഴ്ച മുമ്പ് പാണക്കാട് ചൊവ്വാഴ്ച പോയി നേരിൽ സംസാരിച്ചു. തങ്ങൾ ആ കാര്യം ഏറ്റെടുത്ത് അവരുമായി സംസാരിക്കാൻ നേരിട്ടു. അപ്പോൾ തന്നെ ഫോണിൽ അൽവിയാജിനെ വിളിച്ചു. അൽവിയാജി ഫോണിൽ തങ്ങളുമായി സംസാരിച്ചു. അങ്ങനെ പിറ്റേ ആഴ്ച കുടുംബവുമായി ഇരുന്ന് സംസാരിക്കാൻ വെച്ചിരിക്കുകയും അതിൻ്റെ ഇടയിലാണ് നാട്ടിൽ ഇപ്പോൾ സംഘടനാ രംഗത്തിൻ്റെ പ്രശ്നങ്ങളായി കാരണം ഏതായാലും അവിടുത്തെ പ്രാദേശിക സംഘടനാ പ്രവർത്തനപ്പെട്ട ആളുകളും അല്ലാത്തവരുമൊക്കെ ആയിട്ടുള്ള കുറച്ച് ആളുകൾ സംഘമായി ചേർന്ന് ഇതിനെതിരെ വ്യാപകമായ സോഷ്യൽ മീഡിയ പ്രചരണം ആരംഭിച്ചു. ദേശാഭിമാനിയിൽ വാർത്ത വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്താണ് നടന്നിട്ടുള്ളത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യമെന്നാണ് ഇപ്പോൾ ഇത്രയും കാലമായിട്ട്. ഇപ്പോഴും ആ വിഷയം സയ്യിദ് മൊയ്നലി ശിഹാബ് തങ്ങളെ അടുത്താണുള്ളത്.
തങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും തീർക്കാൻ സന്നദ്ധരാണ്. പക്ഷെ അതിനിടയിൽ ഇങ്ങനെ വാർത്ത കൊടുത്ത് ആളെ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംഘടനാപരമായിട്ട് ഒരു വിഭാഗം ആളുകൾ കരുതിക്കൂട്ടി ചെയ്ത ഒരു വിഷയമാണ് എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. അവരാണ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം കൊടുക്കുന്നത്. അതിന് കാരണം ഇപ്പോൾ മഹല്ലിൽ കഴിഞ്ഞ ശനിയാഴ്ച മഹല്ല് കമ്മിറ്റിയിലെ ബഹുജനങ്ങൾ വിളിച്ചു കൂട്ടി പള്ളിയിൽ നാട്ടിൽ. ആ സമയത്ത് അവിടുത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞു തീർന്നു. പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം, ഖത്തീബുമായി ബന്ധപ്പെട്ട വിഷയം, അതൊക്കെ പറഞ്ഞു തീർന്ന ശേഷം അതിലൊന്നും അവർക്ക് യാതൊരു അഭിപ്രായമില്ല. 3/4 മണിക്കൂറോളം ഞാൻ തന്നെ വിശദമായി പ്രസിഡന്റ് നിലയ്ക്ക് വിശദമായി അവതരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട ചോദ്യമില്ല. പിന്നെ അവർ വന്നുകൊണ്ട് നേരെ ഈ വിഷയത്തിന് വേണ്ടി കാര്യമായ ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്. അതിലവർ കൃത്യമായ വ്യക്തിമായ ടാർഗറ്റ്. എനിക്കൊരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഈ കാലത്തിനിടയ്ക്ക് ഇത്രയും കാലത്തിനിടയിൽ ആ കാശ് മാത്രമല്ല, പൊതുരംഗത്ത് ഞാൻ 1992 മുതൽ ഞാൻ രംഗത്തുണ്ട്. അത് മുതൽ 10-35 വർഷത്തോളമായി ഒരു സാമ്പത്തിക ക്രമക്കേടും എൻ്റെ പേരിൽ ആരോപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പെൺകേസാവട്ടെ, അങ്ങനത്തെ ഒരു കേസും എൻ്റെ പേരിൽ ആരോപിക്കാൻ കഴിയില്ല. വളരെ ശുദ്ധമായി ശ്രദ്ധിച്ചു പോരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇത് വ്യക്തമായ ടാർഗറ്റാണ്. ഇപ്പോൾ 18 ലക്ഷം മുക്കി എന്നൊക്കെയാണ് പറയുന്നത്. അന്ന് ഉണ്ടായിട്ട് എല്ലാവർക്കും അറിയാം, ഇവിടെ പറയുന്ന ആളുകൾക്ക് അറിയാം, അല്ലാത്തവർക്കും അറിയാം. ഇപ്പോൾ നിലവിൽ അതിൻ്റെ കൺവീനർ കാസിമി ജീവിച്ചിരിപ്പുണ്ട്, വർക്കിംഗ് അമാദാലി ജീവിച്ചിരിപ്പുണ്ട്, അതിൽ ഇടപെട്ട അസിസ്റ്റോലി ജീവിച്ചിരിപ്പുണ്ട്, KT കുഞ്ഞാക്ക് ജീവിച്ചിരിപ്പുണ്ട്, ഇസ്മായിൽ മുത്തൻ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ തുടങ്ങി നമ്മൾ സംഘടനയിൽ ഒരുപാട് ആളുകൾ രംഗത്തുണ്ട്. അവർക്കൊക്കെ അറിയാം സലീമയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹം തരേണ്ട ആളും ജീവിച്ചിരിപ്പുണ്ട്. അതും അലബിഹാജിയാണ് തരേണ്ടത്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ പോയി കണ്ടാലും അദ്ദേഹം പറയും യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത്. പിന്നെ കേസ് ഗുരുമാലൊക്കെ പറഞ്ഞാൽ അവർ പരാതി കൊടുത്തിട്ടുണ്ടാവും, പരാതി ഉണ്ടാവും. പക്ഷേ ഞാൻ CA എന്നെ വിളിച്ചു, സംസാരിച്ചു. ഞാനും KT കുഞ്ഞാക്കി സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. കൃത്യമായി ഇവരെ ഞങ്ങളവിടെ സ്റ്റേഷനിൽ കൊടുത്തു. എല്ലാവർക്കും അറിയാം ഇതിൽ കൃത്യമായ ഒരു ബ്ലെയിമിംഗ് ആണ്, അതുപോലെ തന്നെ കൃത്യമായ ടാർഗറ്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എന്തിനാ ജലീലെ ഇങ്ങള് വെറുതെ ഇരിക്കുന്നിടത്ത് വിറച്ചിരിക്കുന്നത്? എന്നും ഏറിൽ കയറാനാണല്ലോ ഇങ്ങളെ വിധി. അല്ലെങ്കിലും ജലീൽ വാ തുറക്കാൻ ഒരുങ്ങുമ്പോഴേ ആളുകൾ ചിന്തിക്കും, ചെങ്ങായി എന്തോ തരികിട ഒപ്പിച്ചുള്ള വരവാണെന്ന്. എന്നാ പിന്നെ ആ ഫിറോസ് അടുത്ത സീസൺ ആരംഭിച്ചിട്ടുണ്ടേ. അതൊരു പരുവത്തിലാകുമ്പോ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ന്യായവില എത്രയാണ് എന്ന് ചോദിച്ചപ്പോ റോഡിനോട് ചേർന്ന സ്ഥലം 40,000, പിറകോട്ട് പോകും തോറും ഏറ്റവും ചുരുങ്ങിയത് അവസാനം വരുന്നത് 2,000 രൂപ. ഈ ഭൂമിയാണ് ഇങ്ങനെ കൊള്ള വിലക്ക് 1,60,000 രൂപക്ക് ശ്രീ KT ജലീലിന്റെ താൽപര്യപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. 2019 കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ തറക്കല്ലിട്ട സ്ഥലം 6 വർഷമായിട്ട് ഇന്നുവരെ ഒരു കല്ല് പോലും ഈ സ്ഥലത്ത് വെച്ചിട്ടില്ല, വെക്കാൻ കഴിയില്ല. എന്താ കാര്യം? ഇതിന് പരിസ്ഥിതി അനുമതി കിട്ടില്ല. സർക്കാർ ചെലവഴിച്ച 17,65,00,000 രൂപ ശ്രീ KT ജലീലിൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഭൂമി വേണമെങ്കിൽ ജലീൽ ഏറ്റെടുത്തോട്ടെ. ജലീൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, അത് മാസത്തവണ അടച്ചു കൊടുത്തിട്ടാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, സർക്കാരിന് സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് വാങ്ങേണ്ട ഭൂമിയല്ല ഈ ഭൂമി എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ജലീലിൽ നിന്ന് ഇത് തിരിച്ചുപിടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം.